എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വത്തിക്കാൻ ഡയറിയിലെ ആദ്യ താൾ തുറക്കാം. ഓഗസ്റ്റ് 3 യൂത്ത് ജൂബിലിയുടെ സമാപനത്തിൽ പങ്കെടുക്കാനായി ലിയോ 14 പാപ്പ ടോർ ബെർഗാറ്റായിൽ എത്തിയ സമയത്ത് ആകാശത്ത് കണ്ട അത്ഭുതത്തെക്കുറിച്ചുള്ള വിസ്മയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. 230 ഏക്കർ വിസ്തൃതിയിൽ കിടക്കുന്ന ഇവിടേക്ക് ലിയോ 14 പാപ്പ എത്തിച്ചേർന്നപ്പോൾ ആകാശത്ത് അസാധാരണമായ വിധത്തിൽ ഒരു മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു അത്രേ. 140 രാജ്യങ്ങളിൽ നിന്നായി എത്തിയ 10 ലക്ഷത്തിലധികം യുവജനങ്ങളാണ് ആ ആകാശക്കാഴ്ച കണ്ടത്. പൂർണ്ണമായും തെളിഞ്ഞ മഴയുടെ ലാഞ്ചന പോലുമില്ലാത്ത ആകാശത്ത് എങ്ങനെയാണ് ലിയോ 14 പാപ്പ എത്തിച്ചേർന്ന സമയത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടത്? ലോകം ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ അതേക്കുറിച്ച് കൂടിയാണ്. മഴവില്ലിനെ ദൈവിക സാന്നിധ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രളയകാലത്തിന് ശേഷം ആകാശത്ത് കണ്ട ആ മഴവില്ലിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 12-14 ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം തുടർന്നരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ലു ഞാൻ സ്ഥാപിക്കും. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. യൂത്ത് ജൂബിലിയുടെ മേലുള്ള കൃത്യമായ ദൈവിക സാന്നിധ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിട്ടാണ് ഈ മഴവില്ലിനെ ആളുകൾ വിലയിരുത്തുന്നത്. റോമിലെ തിരുവീതികളിൽ സുവിശേഷ സാക്ഷ്യമായി യുവജനങ്ങൾ മാറുന്നതിൻ്റെ കാഴ്ചകൂടി പങ്കുവച്ചായിരുന്നു യൂത്ത് ജൂബിലി ദിനങ്ങൾ. പങ്കെടുക്കാനെത്തിയ യുവജനങ്ങളിൽ ഒരാൾ പോലും നേരിട്ട് സുവിശേഷ പ്രഘോഷണം നടത്തിയെന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു വാക്കുകൊണ്ട് പോലും സുവിശേഷം പറയാതിരുന്നിട്ടും സുവിശേഷ സന്ദേശങ്ങൾ വളരെ എളുപ്പത്തിൽ അവർ ചുറ്റുപാടുകളിൽ പ്രചരിപ്പിച്ചുവെന്നാണ്. ഇത് എങ്ങനെയെന്നല്ലേ? അവരുടെ ടീഷർട്ടിലൂടെ സുവിശേഷ വചനങ്ങൾ പകർത്തുകയായിരുന്നു യുവജനങ്ങളുടെ ടീഷർട്ടുകൾ. പരിശുദ്ധ അമ്മയും ഈശോയും വിശുദ്ധരും പല ടീഷർട്ടുകളിലും ഇടം പിടിച്ചിരുന്നു. ഈ കാഴ്ചകൾ അനേകരിൽ ദൈവിക സ്മരണ ഉണർത്തുകയും വിശുദ്ധരെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഇഗ്നാഷ്യോ ഗോൺസാൽവസ് എന്ന 15-കാരനെ സംബന്ധിച്ചിടത്തോളം 2025 ഓഗസ്റ്റ് 4 വൈകുന്നേരം ജീവിതത്തിലെ അവിസ്മരണീയ സുദിനമായിരുന്നു. റോമിലെ ബാബിനോ ജേസു ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇഗ്നാഷ്യോയെ അന്നേ ദിവസം തേടിയെത്തിയ സന്ദർശകൻ നിസ്സാരക്കാരനായിരുന്നില്ല. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ലിയോ 14 പാപ്പയായിരുന്നു ആ സന്ദർശകൻ. യൂത്ത് ജൂബിലിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഇഗ്നാഷ്യോ. പക്ഷേ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇഗ്നാഷ്യോയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ICUവിൽ കഴിയുന്ന ഇഗ്നാഷ്യോയ്ക്ക് പാപ്പയുമായി നേരിൽ സംസാരിക്കുവാനോ സമ്മതിക്കാനോ സാധിച്ചില്ല. എങ്കിലും ഇഗ്നാഷ്യോയുടെ മാതാപിതാക്കൾക്ക് പാപ്പയുമായി അടുത്ത് സംസാരിക്കാൻ സാധിച്ചു. 30 മിനിറ്റോളം പാപ്പ ആശുപത്രിയിൽ ചെലവഴിച്ചു. മുന്നറിയിപ്പൊന്നും കൂടാതെയാണ് പാപ്പ ആശുപത്രിയിലെത്തിയത്. ടോർ ബെർഗാറ്റോയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴും പാപ്പ ഇഗ്നാഷ്യോയ്ക്ക് വേണ്ടി യുവജനങ്ങൾക്കൊപ്പം പ്രാർത്ഥിച്ചിരുന്നു. യൂത്ത് ജൂബിലിയിൽ പങ്കെടുക്കാനെത്തിയ അസുഖബാധിതരായ 2 പെൺകുട്ടികൾ ആകസ്മികമായി ഇതിനിടയിൽ മരണമടഞ്ഞിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണ നിലനിർത്താനായി ജന്മനാട്ടിൽ ഗവൺമെന്റ് തലത്തിൽ നടപടികൾ. ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തകൾ സ്കൂൾ തലം മുതൽ എല്ലാവരിലേക്കും വ്യാപിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് പ്രവിശ്യയിലെ സ്കൂളുകളിൽ ദ ടീച്ചർ ദ ഹ്യൂമനിസം ഓഫ് പോപ്പ് ഫ്രാൻസിസ് എന്ന പുസ്തകം വിതരണം ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ ചിന്തകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനും അതോടൊപ്പം പാപ്പയുടെ സ്മരണ നിലനിർത്താനും വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ആശയങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്റെ പ്രബോധനങ്ങൾ പകർന്നു നൽകിയ അധ്യാപകനായിട്ടാണ് ഫ്രാൻസിസ് പാപ്പയെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പായി സേവനം ചെയ്തു വരികയായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ 2013 ബെനഡിക്ട് 16 പാപ്പ രാജിവെച്ചതിനെ തുടർന്ന് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ആശ്ലേഷത്തിന് പകരം വയ്ക്കാൻ അൽഗോരിതത്തിന് കഴിയില്ലെന്ന് ലിയോ 14 പാപ്പ. ഓഗസ്റ്റ് 4 മുതൽ 8 വരെ തീയതികളിലായി മെഡ്ജുഗോറിൽ നടന്ന 36ാമത് യൂത്ത് ഫെസ്റ്റിവലിന് അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന സങ്കീർത്തനം 122:1 ആയിരുന്നു യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വിഷയം. കാസിൽ ഗുണ്ടോൽഫിയിൽ അവധിക്കാല വിശ്രമത്തിനെത്തിയ അവസരത്തിലാണ് ലിയോ പാപ്പ ഈ സന്ദേശം അയച്ചത്. നമുക്കാർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. പരസ്പര സഹകരണത്തോടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടവരാണ് നമ്മൾ, പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ബോസ്നിയയിലെ മെഡ്ജുഗോറിയിലേക്കുള്ള തീർത്ഥാടനത്തിന് വത്തിക്കാൻ അംഗീകാരം നൽകിയത് 2019 മരിയൻ ദർശനങ്ങളുടെ പേരിൽ പ്രശസ്തമാണ് മെഡ്ജുഗോറി. 1981 പരിശുദ്ധ അമ്മ 6 കൗമാരക്കാർക്ക് ദർശനം നൽകിയെന്ന വിശ്വാസത്തെ തുടർന്നാണ് മെഡ്ജുഗോറിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞത്. യുഗോസ്ലാവ യുദ്ധത്തിന് ശേഷമായിരുന്നു ഈ ദർശനങ്ങൾ നടന്നത്. 1981 മുതൽ 1990 വരെ
നിരവധി തവണ മാതാവ് ദർശനം നൽകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വത്തിക്കാൻ ഈ ദർശനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടേക്കുള്ള തീർത്ഥാടനത്തിന് അംഗീകാരം നൽകിയിരുന്നു. തുടർന്നാണ് 5 ദിവസത്തേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചത്. റോമൻ ജനതയുടെ സംരക്ഷക എന്നും മഞ്ഞുമാതാവ് എന്നും അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ തിരുനാൾ റോമിലെ മേരി മേജർ ബസിലിക്കയിൽ ആഘോഷിച്ചു. ആർച്ച് ബിഷപ്പ് എഡ്ഗാർ പെഞ്ഞപ്പാറ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലെയോ 14 പാപ്പയുടെ ആശംസകളും അദ്ദേഹം വിശ്വാസികളെ അറിയിച്ചു. തിരുക്കർമ്മങ്ങളുടെ അവസാനം പരമ്പരാഗത വിശ്വാസത്തിന്റെ ഭാഗമായി ബസിലിക്കയുടെ മേൽത്തട്ടിൽ നിന്നും വെളുത്ത റോസാ പുഷ്പങ്ങളുടെ ഇതളുകൾ താഴേക്ക് വർഷിച്ചു. മഞ്ഞുമാതാവിന്റെ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഏതാനും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. റോമിലെ പ്രഭുവായ ജോണിനും ഭാര്യയ്ക്കും ഓഗസ്റ്റ് മാസം 5-ാം തീയതി രാത്രി പരിശുദ്ധ അമ്മയുടെ ദർശനമുണ്ടാവുകയും തന്റെ ബഹുമാനത്തിനായി റോമിലെ എസ്ക്വിലിൻ കുന്നിൽ ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ജോണിനും ഭാര്യയ്ക്കും ദർശനം ലഭിച്ച അതേ രാത്രിയിൽ ലിബേരിയോസ് പാപ്പയ്ക്കും സമാനമായ ദർശനമുണ്ടായി. കുന്നിലെ ഏത് ഭാഗത്താണ് ദേവാലയം പണിയേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ ആ സ്ഥലത്ത് മഞ്ഞു പെയ്ച്ചു കൊടുക്കുകയാണ് മാതാവ് ചെയ്തത്. അതികഠിനമായ വേനൽക്കാല രാത്രിയായിരുന്നു അത്. എന്നിട്ടും അവിടെ അതിശയകരമായി മഞ്ഞു പെയ്തു. മഞ്ഞു പെയ്ത സ്ഥലത്ത് 2 വർഷത്തിനുള്ളിൽ ദേവാലയം പണിതു. ഓഗസ്റ്റ് മാസത്തിലെ അത്ഭുതകരമായ മഞ്ഞുവീഴ്ചയുടെ ഓർമ്മ പുതുക്കുന്നതാണ് തിരുനാൾ ദിനത്തിലെ റോസാപ്പൂ വൃഷ്ടി. 100-ലധികം ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു ബസിലിക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നായിട്ടാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയെ കണക്കാക്കുന്നത്. ഇറ്റാലിയൻ നവോത്ഥാന വാസ്തുവിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നും സെന്റ് പീറ്റേഴ്സാണ്. അളവനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയും ഇതുതന്നെ. 1506 ഏപ്രിൽ 18-നാണ് നിലവിലുള്ള ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത്. മൈക്കലാഞ്ചലോ, ഡൊണാറ്റോ ബ്രാമാൻഡെ, കാർലോ മെഡർണോ എന്നിവരുടെ സർഗവൈഭവത്തിന്റെ മകുടോദാഹരണമാണ് ഈ ദേവാലയം. 1626 നവംബർ 18-നാണ് നിർമ്മാണം പൂർത്തിയായത്. എങ്കിലും AD 318 മുതൽക്കുള്ള ചരിത്രം ഈ ദേവാലയത്തിനുണ്ട്. കാരണം അന്നാണ് വിശുദ്ധ പത്രോസിന്റെ ബഹുമാനാർത്ഥമുള്ള ദേവാലയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരംഭിച്ചതും ദേവാലയ നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചതും. അങ്ങനെ നിർമ്മിച്ച ദേവാലയം കോൺസ്റ്റന്റൈൻ ബസിലിക്ക എന്നാണ് അറിയപ്പെട്ടത്. പോൾ 5-ാമൻ മാർപ്പാപ്പയുടെ കാലം വരെ കോൺസ്റ്റന്റൈൻ ബസിലിക്ക നിലനിന്നിരുന്നു. ഒടുവിലത് പൊളിച്ചു മാറ്റപ്പെടുകയായിരുന്നു. പിന്നീട് 1200 വർഷങ്ങൾ പ്രത്യേകിച്ച് യാതൊന്നും സംഭവിക്കാതെ കടന്നുപോയി. അതിനുശേഷമാണ് ജൂലിയസ് 2-ാമൻ മാർപ്പാപ്പയുടെ കാലത്ത് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടതും ഇന്നത്തെ ബസിലിക്ക ജന്മമെടുത്തതും. 23,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ബസിലിക്കയ്ക്കുള്ളത്. 15,000 മുതൽ 80,000 വരെ ആളുകൾ ഉൾക്കൊള്ളാനും കഴിയും. ഇതിൽ 45 അൾത്താരകളും 11 ചാപ്പലുകളുമുണ്ട്. ചാപ്പൽ ഓഫ് പയറ്റി, സെന്റ് സെബാസ്റ്റിനോ ചാപ്പൽ, ബ്ലെസ്ഡ് സാക്രമെന്റൽ, ഗ്രിഗറി 13-ാമൻ പാപ്പയുടെയും ഗ്രിഗറി 14-ാമൻ പാപ്പയുടെയും സ്മാരകങ്ങൾ, മെറ്റിൽഡ ഓഫ് കനോസ, ഇന്നസെന്റ് 12-ാമൻ പാപ്പയുടെ സ്മാരകം, ക്രിസ്റ്റീന ഓഫ് സ്വീഡന്റെയും പായസ് 12-ാമൻ പാപ്പയുടെയും സ്മാരകം എന്നിവയാണ് ചാപ്പലുകളിൽ ഉൾപ്പെടുന്നത്. ബസിലിക്കയ്ക്കുള്ളിലെ ആദ്യ ചാപ്പലിലാണ് മൈക്കലാഞ്ചലോയുടെ വിശ്വപ്രസിദ്ധമായ പിയാത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ അതുല്യ സൃഷ്ടിയുടെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ മൈക്കലാഞ്ചലോയ്ക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചേറ്റവും മികച്ച കലാസൃഷ്ടികളിൽ ഒന്നായിട്ടാണ് പിയാത്തെ വിലയിരുത്തപ്പെടുന്നത്. വർഷത്തിലെ വിവിധ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ മാർപ്പാപ്പ കാർമ്മികനാകുന്ന ബസിലിക്ക കൂടിയാണ് ഇത്. പേപ്പൽ ബസിലിക്കകളിൽ ഒന്നാണ് സെന്റ് പീറ്റേഴ്സ്. റോമിലെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നും. സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ എന്നിവയാണ് മറ്റു ബസിലിക്കകൾ. എന്നാൽ മറ്റ് പേപ്പൽ മേജർ ബസിലിക്കകളിൽ നിന്ന് വ്യത്യസ്തമായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക വത്തിക്കാൻ സിറ്റിയുടെ അധികാര പരിധിയിലാണ് വരുന്നത്. ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രത്യേകതകൾ മൂലം 1984-ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും സെന്റ് പീറ്റേഴ്സ് ഇടം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കത്തോലിക്ക സഭയുടെ മാതൃദേവാലയമോ റോം രൂപതയുടെ കത്തീഡ്രലോ അല്ല സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. റോം രൂപതയുടെ കത്തീഡ്രൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയാണ്. മേജർ പേപ്പൽ ബസിലിക്കയുടെ പദവി വഹിക്കുന്ന ലോകത്തിലെ 4 ദേവാലയങ്ങളിൽ സെന്റ് ജോൺ ലാറ്ററൻ ആർച്ച് ബസിലിക്കയ്ക്ക് ശേഷം 2-ാം സ്ഥാനമേ സെന്റ് പീറ്റർ ബസിലിക്കയ്ക്കുള്ളൂ. അപ്പസ്തോല പ്രമുഖനും ആദ്യ മാർപ്പാപ്പയുമായ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ഇതുകൊണ്ടാണ് മാർപ്പാപ്പമാർ ഉൾപ്പെടെയുള്ള കർദിനാൾമാരെയും മെത്രാന്മാരെയും വരെ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. 91 മാർപ്പാപ്പമാർ ഉൾപ്പെടെ 100-ലധികം ശവകുടീരങ്ങളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലുള്ളത്. ഏറ്റവും ഒടുവിൽ ഇവിടെ അടക്കം ചെയ്യപ്പെട്ട മാർപ്പാപ്പ ബെനഡിക്ട് 16-ാമൻ പാപ്പയായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് ഭീകരത 80 വർഷം പൂർത്തിയാക്കിയപ്പോൾ
ആ ദുരന്തത്തെ അനുസ്മരിച്ചും ഭീകരതയ്ക്കെതിരെ അപലപിച്ചും ലയോ പൊന്നലമൻ പാപ്പ. ഹിരോഷിമ രൂപതയുടെ മെത്രാൻ ലോക്സിസ് മിൽസ്റു ഷിരഹാമയ്ക്ക് അയച്ച സന്ദേശത്തിന് പുറമെ പൊതുദർശന വേളയിലും ഹിരോഷിമ നാഗസാക്കി ദുരന്തത്തെ ലയോ മാർപ്പാപ്പ പരാമർശിച്ചു. യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് ആണവായുധങ്ങൾ മൂലമുണ്ടാകുന്ന നാശത്തിനെതിരായ സാർവത്രിക മുന്നറിയിപ്പാണ് അണുബോംബാക്രമണ ദുരന്തങ്ങളെന്ന് പാപ്പ പൊതുദർശന വേളയിൽ പറഞ്ഞു. യുദ്ധം എല്ലായ്പ്പോഴും മനുഷ്യരാശിയുടെ പരാജയമാണ് എന്നായിരുന്നു ഹിരോഷിമ രൂപതാധ്യക്ഷന് അയച്ച സന്ദേശത്തിൽ മാർപ്പാപ്പ പറഞ്ഞത്. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും 9 നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ യഥാക്രമം നഷ്ടമായത് 1,80,000 മനുഷ്യജീവനുകളായിരുന്നു. മരിക്കാതെ ജീവിക്കുന്നവരും ഇന്നും അതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നവരും അതിലേറെ. പൊതുദർശന പരിപാടിയിൽ പുതിയ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച് മാർപ്പാപ്പ. പൊതുദർശന പരിപാടിയിൽ ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രബോധനങ്ങൾ നൽകുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് ലയോ 14 പാപ്പ തുടക്കം കുറിച്ചു. ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും അമൂല്യ രഹസ്യമായ ഒരുക്കമുള്ളവരാകുക എന്നതിനെ കുറിച്ചാണ് പാപ്പ സംസാരിച്ചത്. യേശു എല്ലാം നേരത്തെ തന്നെ ആലോചിക്കുകയും ക്രമീകരിക്കുകയും എല്ലാം തീരുമാനിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും തന്റെ ശിഷ്യരോട് അവരുടേതായ പങ്ക് അതിൽ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി പാപ്പ നിരീക്ഷിച്ചു. കൃപ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അതിനുണർത്തുകയാണ് ചെയ്യുന്നതെന്നും ദൈവത്തിന്റെ ദാനം നമ്മുടെ ഉത്തരവാദിത്വത്തെ ഇല്ലാതാക്കുന്നില്ലെന്നും പാപ്പ പറഞ്ഞു. ലയോ പൊന്നലമൻ പാപ്പ ഓഗസ്റ്റ് 17 ദരിദ്രർക്കൊപ്പം വിശുദ്ധ കുർബാന അർപ്പിച്ച് അവർക്കൊപ്പം ഭക്ഷണം കഴിക്കും. പ്രിഫെക്ചർ ഓഫ് ദ പേപ്പൽ ഹൗസ് ഹോൾഡാണ് ഈ വാർത്ത അറിയിച്ചത്. ഓഗസ്റ്റ് 17 പ്രാദേശിക സമയം രാവിലെ 9:30 എത്തിച്ചേരുന്ന പാപ്പ അൽബാനോയിലെ സാന്റാമരിയ ഡെല്ല റോട്ടോഡ ഷ്രൈനിൽ ദിവ്യബലി അർപ്പിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലിബർട്ടി സ്ക്വയറിൽ ആഞ്ചലസ് പ്രയർ നയിക്കും. തുടർന്ന് ദരിദ്രർക്കൊപ്പം ഉച്ചഭക്ഷണം. 100ഓളം ദരിദ്രർ പാപ്പയ്ക്കൊപ്പം ഭക്ഷണത്തിനുണ്ടാവും. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ പതിവ് സഭയിൽ ആരംഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനത്തിന്റെ സ്വാധീനമാണ് ഇങ്ങനെയൊരു തുടർച്ചയ്ക്ക് ലയോ മാർപ്പാപ്പയെയും പ്രേരിപ്പിച്ചിരിക്കുന്നത്. വത്തിക്കാനിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് അൽബാനോ മുനിസിപ്പാലിറ്റി. ജൂലൈ 7 മുതൽ 22 വരെയുള്ള തീയതികളിൽ വേനൽക്കാല വിശ്രമത്തിനെത്തിയതിനു ശേഷം പാപ്പ വീണ്ടും അൽബാനോ രൂപതയിൽ എത്തിച്ചേരുന്നതിലുള്ള സന്തോഷം രൂപതാധ്യക്ഷൻ വിൻസെൻഷ്യോ വിവ അറിയിച്ചു. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ലയോ പൊന്നലമൻ പാപ്പ ആഘോഷിക്കുന്നത് കാസിൽ ഗൊണ്ടോൽഫയിലായിരിക്കും. സെന്റ് തോമസ് ഓഫ് വില്ലനോവ പൊന്തിഫിക്കൽ ഇടവക ദേവാലയത്തിൽ പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ലിബർട്ടി സ്ക്വയറിൽ ആഞ്ചലസ് പ്രയർ നയിക്കും. ഈ സന്തോഷം ഒരിക്കലും മായാതിരിക്കട്ടെ എന്ന യുവവൈദികന് ആശംസകൾ നേർന്ന് മാർപ്പാപ്പ. സ്പെയിനിലെ യുവ വൈദികരിൽ ഒരാളായ ഫാദർ മിഗുവൽ ടൊവാർ മാതാപിതാക്കളുമൊത്ത് ലയോ മാർപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞത് ഒന്ന് മാത്രം: പൗരോഹിത്യത്തിന്റെ ഈ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. 24 വയസ്സ് മാത്രമേയുള്ളൂ ഈ നവവൈദികന്. ഇക്കഴിഞ്ഞ ജൂലൈ 5 തീയതിയായിരുന്നു തിരുപ്പട്ട സ്വീകരണം. കർത്താവ് എനിക്ക് വ്യക്തിപരമായി നൽകിയ വലിയൊരു അനുഗ്രഹവും സമ്മാനവുമായിട്ടാണ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയെ വിലയിരുത്തുന്നത്. പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. വിശ്വസ്തനായിരിക്കണമെന്നും പൗരോഹിത്യത്തിന്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു. ഫാദർ ടൊവാർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. 24 വയസ്സുള്ള മകനെ സഭയ്ക്ക് സമ്മാനിച്ച ഫാദർ ടൊവാറിന്റെ മാതാപിതാക്കളെയും മാർപ്പാപ്പ അഭിനന്ദിച്ചു. ഇരട്ട സഹോദരന്മാരും മുതിർന്ന സഹോദരിയുമാണ് ഫാദർ ടൊവാറിന്റെ കൂടപ്പിറപ്പുകൾ. 13-ാം വയസ്സിൽ തന്നെ ദൈവവിളിയുടെ സ്വരം കേട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്നതാണ് ആദർശവാക്യമായി ഫാദർ ടൊവാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജൂബിലി തീർത്ഥാടനത്തിനായി റോമിലെത്തിച്ചേർന്ന 3 ജയിൽ പുള്ളികളെ ലയോ പൊന്നലമൻ പാപ്പ സ്വീകരിച്ചു. വെനീസിൽ നിന്നാണ് ജയിൽ പുള്ളികൾ എത്തിയത്. വെനീസ് പാത്രിയർക്കീസും തടവറയുടെ ചാപ്ലൈനുമായ ആർച്ച് ബിഷപ്പ് ഫ്രാഞ്ചെസ്കോ മൊറാലിയും അവർക്കൊപ്പമുണ്ടായിരുന്നു. റോമിലേക്ക് കാൽനടയായിട്ടാണ് 3 പേരും എത്തിയത്. തങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങളും അവർ പാപ്പയ്ക്ക് കൈമാറി. പത്രോസിന്റെ സിംഹാസനത്തിൽ ലയോ പൊന്നലമൻ പാപ്പ 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഈ മാസങ്ങളിലെ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പ പദവിയെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തികഞ്ഞ അഗസ്റ്റീനിയൻ സ്വാധീനം പാപ്പയിൽ പ്രകടമാണ് എന്നതാണ്. മെയ് 8 നൽകിയ ആദ്യ ഉറുബയിൽ തന്നെ പാപ്പ ഈ സ്വാധീനം പരസ്യമായി പ്രകടമാക്കിയിരുന്നു. ഞാനൊരു അഗസ്റ്റീനിയനാണ്, അഗസ്ത്യന്റെ പുത്രനാണ് എന്നായിരുന്നു ആ പ്രഖ്യാപനം. തുടർന്നുള്ള അവസരങ്ങളിലെല്ലാം തന്റെ ആത്മീയ പിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ സ്വാധീനം പ്രഭാഷണങ്ങളിലും പൊതുദർശന പരിപാടികളിലും ഫോമിലികളിലും കടന്നു വന്നിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ മിനിസ്ട്രിയുടെ മോട്ടോ ആയി പാപ്പ തിരഞ്ഞെടുത്ത ഇൻ ദ വൺ ദാറ്റ് ഈസ് ക്രൈസ്റ്റ് വി ആർ വൺ എന്നത് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകളായിരുന്നു. വേൾഡ് ഡേ ഓഫ് മൈഗ്രൈൻസ് ആൻഡ് റിഫ്യൂജീസിന് നൽകിയ സന്ദേശം, മെഡ്ജിഗോറിയയിലെ യുവജനങ്ങളോടുള്ള പ്രഭാഷണം, കാൽസിഗൊണ്ടിഫോയിൽ ജൂലൈ 13 നൽകിയ ഫോമിലി, ചിക്കാഗോയിലെ യുവജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ടും ജൂണിൽ പുറത്തിറക്കിയ വീഡിയോ, ജൂൺ 25 പൊതുപരിപാടി
എന്നിവയെല്ലാം വിശുദ്ധ അഗസ്റ്റീന്റെ സ്വാധീനം വ്യക്തമാകുന്ന വിധത്തിലുള്ള ഉദ്ധരണികളും ആശയങ്ങളും ലയോ പാപ്പയുടെ വാക്കുകളിൽ കടന്നു വന്നിരുന്നു. വത്തിക്കാൻ ഡയറിയുടെ ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വത്തിക്കാൻ വിശേഷങ്ങളും പാപ്പയുടെ വാർത്തകളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.